നമസ്കാരം. ഇപ്പം ഈ ആസ്മ അലർജിയിൽ ക്ലിനിക്കിൽ പേഷ്യൻസ് വരുമ്പോൾ അവരെന്നോട് മെയിനായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ്, ഡോക്ടറെ എത്ര കാലം ഞാൻ ഈ മെഡിസിൻ കഴിക്കണം? ആസ്മ അലർജിയും ഒരു മാറാരോഗമാണോ? അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കഴിഞ്ഞ് മാറിയ മെഡിസിൻ കഴിച്ച് ഈ അസുഖം മാറിക്കഴിഞ്ഞ് പിന്നീട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ ചോദ്യത്തിൽ എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നുന്ന ഒരു ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം നമ്മൾ മെഡിസിൻ കഴിച്ച് മാറിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം അതിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഈ ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൽ നമ്മൾ അസുഖത്തിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണങ്ങളെ നമ്മൾ നിദാനം എന്ന് പറയും. ആ നിദാനങ്ങളെ നമ്മൾ പരിവർജിച്ചില്ലെങ്കിൽ അസുഖം പൂർണ്ണമായും നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ പൂർണ്ണമായി മാറിയാലും പിന്നീടും ഈ അസുഖം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ഉറക്കം, ഇതൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതിൽ പ്രധാനമായും വരുന്നതാണ് ആഹാരം, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇപ്പം ഈ ആസ്മ അലർജി ഉള്ള ആൾക്കാരിൽ പലരും പറയുന്നില്ല, ഡോക്ടറെ ഒരിക്കലും ഈ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റാതെ ഞാൻ ഒരിക്കലും ഇത് എടുക്കാതിരിക്കാതെ എങ്ങനെയാ സാധിക്കുക? എപ്പോഴെങ്കിലൊക്കെ എനിക്കിത് കഴിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പം ചിലർക്ക് നോൺ വെജ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് മുട്ടയായിരിക്കും, ചിലർക്ക് പച്ചവെള്ളം കുടിക്കുന്നതായിരിക്കാം അവരുടെ ഒരു ഇഷ്ടം. പക്ഷെ ഇതൊന്നും ചിലർക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു കുഞ്ഞു കുട്ടിയെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പം എപ്പോഴും പാരൻസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊച്ചിന് കൊടുക്കണം എന്നായിരിക്കും. അപ്പോൾ അവർ രാവിലെ ഉഴുന്ന് ദോശയായിരിക്കും. ഈ അസുഖമുള്ള കുട്ടിയെക്കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. അപ്പം അവർ രാവിലെ ഉഴുന്നിൻ്റെ ദോശയായിരിക്കും കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു ഓംലെറ്റ്, വൈകുന്നേരം മീനോ എന്തെങ്കിലും. അങ്ങനെ ഒരു ദിവസം തന്നെ നമ്മൾ നോക്കും, ഉഴുന്നിൻ്റെ ആഹാരം ചെന്നു, മുട്ട ചെന്നു, മത്സ്യം ചെന്നു. ഈ നോൺ വെജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സ്യം അല്ലെങ്കിൽ മീനാണ്. മത്സ്യം പരം കഫകര എന്നാണ് പറയുന്നത്. ഏറ്റവും പരമമായിട്ട് കഫത്തെ ഉണ്ടാക്കുന്നത് മത്സ്യമാണ്. അപ്പൊ ഇതെല്ലാം ഒരു ദിവസം തന്നെ ആയിരിക്കുകയാണ്. അപ്പം വീക്കെൻഡിൽ നോക്കുകയാണെങ്കിൽ എന്തായി, കഫം നന്നായിട്ട് കൂടി. എന്ത് അസുഖം മാറി എന്ന് പറഞ്ഞാലും ഇത്രയും കഫം കൂട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ നിത്യേന കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അസുഖം വരിക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനേക്ക് ഒന്ന് റെഗുലറൈസ് ചെയ്തിട്ട് ആഴ്ചയിൽ 2 ദിവസം ആക്കുക, അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ കഫം കൂട്ടുന്ന ആഹാരങ്ങൾ കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പൊ വെജിറ്റേറിയൻസ് ആണെങ്കിൽ തന്നെ അവരെങ്ങനെയായിരിക്കും ചീസ്, പനീർ, അല്ലെങ്കിൽ തൈര്, അങ്ങനത്തെ ഫുഡൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ അവർ ഡയറ്റിൽ ഉണ്ടാക്കുന്നത്. ഇതും കഫത്തെ കൂട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി അതിനേക്ക് ഒന്ന് എന്താ പറയുക, കട്ട് ഷോർട്ട് ചെയ്ത് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഇങ്ങനെ കഫത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഫ്രൂട്ട്സ് നോക്കുവാണെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ്, ഇപ്പം നമ്മൾ ഓറഞ്ച്, നാരങ്ങ, ലെമൺ ജ്യൂസ് ഒക്കെ എന്നും കുടിക്കുക, അതൊന്നും നമുക്ക് പറ്റത്തില്ല. അത് നമ്മുടെ അസുഖത്തെ അതൊന്നും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് എത്രയൊക്കെ അസുഖം മാറിയിരുന്നാലും വീണ്ടും ഇതൊക്കെ വിളിച്ചു വരുത്തുവാണ്. അപ്പം നമ്മൾ വീക്ക്ലി വൺസ് ആക്കി അതിനെ കുറയ്ക്കുക. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ ഇപ്പം നോക്കുകയാണെങ്കിൽ എന്നും പാല് കുടിക്കാതെ, കുട്ടികൾക്കൊക്കെ പാൽ അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ് അവരുടെ ചെറുപ്രായം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാലിന് എന്താ ചെയ്യുക, ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാല് തന്നെ നേർപ്പിച്ച് കൊടുക്കുക, ചായ ആക്കി കൊടുക്കുക. ഇപ്പൊ മുതിർന്നവരാണെങ്കിൽ പോലും ഈ പാലിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പിന്നെ എന്നും പാല് തന്നെ കഴിക്കാതെ ഓൾട്ടർനേറ്റീവ്സിൽ മാറ്റി കൊടുക്കുക. പിന്നെ പാരൻസിൻ്റെ ഒരു കൺസേൺ, ഹോർലിക്സ് ഇട്ട് കൊടുക്കാമോ, കോംപ്ലാൻ ഇട്ട് കൊടുക്കാമോ? ഇതൊന്നും തെറ്റാണ് എന്നല്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പക്ഷെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. കാരണം കഫം ഒത്തിരി കൂടിയിട്ട് ന്യൂട്രീഷൻ കിട്ടുമെന്ന് വെച്ചാൽ ന്യൂട്രീഷൻ ആയിരിക്കില്ല കിട്ടുന്നത്, കൂടുതലായിട്ട് അസുഖമായിരിക്കും കൂടി വരുന്നത്. നമ്മൾ കഫം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഏതൊരു ഭക്ഷണത്തിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാതെ അതിനൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ നോക്കണം. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സീ ഫുഡ്സ്, കക്ക, ചെമ്മീൻ, ഞണ്ട്, അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചിലരിൽ അലർജി കാണിക്കും. ഇപ്പം അസുഖം കഴിഞ്ഞ് മാറി ഇനി പൂർണ്ണമായിട്ട് മാറ്റാനല്ല നമ്മൾ പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. അലർജി ഉണ്ടെങ്കിൽ അതിൽ നിന്നും റീസ്ട്രെയിൻ ചെയ്യുക. അത് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ നട്ട്സ്, ചോക്ലേറ്റ്സ്, ഇതൊക്കെ ചിലപ്പം എന്നും കഴിക്കാതിരിക്കുകയല്ല, ഇടയ്ക്കൊക്കെ കഴിച്ചോളൂ. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്നും ഡെയിലി എടുക്കാത്ത രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചിലരുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടും ഓർക്കാത്ത ചില തേങ്ങാ ചമ്മന്തി കഴിക്കാമോ,
ചിലർക്ക് പച്ചവെള്ളം കുടിക്കാമോ, ഫ്രൂട്ട്സ് വല്ലപ്പോഴും ഞാൻ കഴിച്ചോട്ടെ, ഒരു ഐസ്ക്രീം ഞാൻ കഴിച്ചോട്ടെ, ഇങ്ങനെ പല രീതിയിലും ആൾക്കാർ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ തന്നെ ചോദിക്കാം. അവർക്കൊരു കൊതിയായിരിക്കും, കാരണം ഏറ്റവും ഇഷ്ടമുള്ള ആഹാരങ്ങളായിരിക്കും അവർക്കത് കഴിക്കാൻ പറ്റാതെ വരുന്നത്. ചക്കപ്പഴം കഴിച്ചോട്ടെ, മാമ്പഴം കഴിച്ചോട്ടെ, അങ്ങനെ പലർക്കും പല ഫുഡിനോട് ഒരു ക്രേസ് ഉണ്ടാവും. അത് ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഈ ഈ പറയുന്ന ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ നമ്മളത് കഴിച്ചോളൂ, വല്ലപ്പോഴും കഴിച്ചോളൂ. കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറു ചൂടുവെള്ളം കരുതുക. അതുപോലെ ഇപ്പം തണ്ണിമത്തനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ അലർജിയെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ കഴിച്ചു നോക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് കെമിക്കൽ എന്തോ ചേരുന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പലർക്കും അസുഖം മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം അത് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫുഡിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവർ അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് നോക്കി ആഹാരത്തെ ഒന്ന് ക്രമീകരിക്കുന്നത് ഈ അസുഖം പിന്നീട് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും.